സിനിമയിൽ വന്നതിന് ശേഷം വില കൂടിയ സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇത് ഒരു വീട് വെച്ച് സ്ഥലം വാങ്ങിച്ചു. ഞാൻ ആദ്യം ചെയ്തത് സിനിമയിലേക്ക് 17 വർഷം ഞങ്ങൾ വാടക താമസിച്ചതാണ്. സിനിമയിലേക്ക് വന്ന് കാശ് കിട്ടി തുടങ്ങിയപ്പോൾ അപ്പം അന്നൊന്ന് കൊടുത്തു 1 മാസം കൊണ്ട് ഞാൻ വീട് വെച്ച്. എനിക്ക് ഇന്ന് കിട്ടണം പേയ്മെന്റ് കൊടുത്തിട്ട് സിനിമയിൽ വന്നിട്ട് 1 മാസം കൊണ്ട് ഞാൻ വീട് സ്ഥലം മേടിച്ച് വീട് വെച്ച് ആ വീട്ടില് എൻ്റെ വൈഫിന് ആദ്യമായിട്ട് സ്വന്തം വീട്ടിൽ കിടക്കാനുള്ളൊരു ഇത് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അതങ്ങനെ ഓരോന്ന് കിട്ടുമ്പോഴേ ഞാൻ വൈഫിന് അങ്ങനെ സ്വർണ്ണവും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ ഞാനായിട്ട് തന്നെ കളഞ്ഞു ഈ വാടക കിടക്കുന്ന സമയത്ത്. അപ്പൊ ആ ചാനലിൽ പ്രൈസ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കോമഡി സ്റ്റാർസ് അല്ല കോമഡി ഫെസ്റ്റിവൽ സമ്മാനം കിട്ടിയിട്ട് ആദ്യം ചെയ്തത് ഞാൻ എൻ്റെ വൈഫിന് സ്വർണം മേടിച്ചു കൊടുത്തു. എന്നിട്ടൊരു കാർ മേടിച്ചു. പിന്നെ നമുക്ക് കുഴപ്പമില്ല, വാടക വീടല്ലേ. സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം വൈഫിന് വീട് വെച്ച് കൊടുത്തു, വൈഫിനെ സെറ്റാക്കി. ഇനിയിപ്പോൾ ബാക്കിയുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ 42 വയസ്സായില്ലേ, ഇനിയിപ്പോൾ മുമ്പോട്ട് നമുക്ക് എത്ര ഇപ്പോഴത്തെ കാലത്ത് അധികമൊന്നും 80 വയസ്സൊന്നും പ്രാക്ടിക്കലല്ല. അപ്പം അതിനു മുമ്പ് ബാക്കി എന്തെങ്കിലും ഒക്കെ നമ്മളില്ലാണ്ടായ കഴിച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണം എനിക്കൊന്നും പറ്റില്ല എന്നാണ്. അപ്പോഴത്തെ പോലെ ഞാൻ എനിക്കൊന്നും പറ്റില്ല എന്ന് പ്രാർത്ഥിക്കുള്ളൂ. അവർക്ക് എന്ത് പറ്റിയാലും ഞാൻ നോക്കും. എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവർക്ക് നോക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല ഭഗവാൻ, അവർക്ക് എന്തെങ്കിലും വന്നോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു എന്താ പറയാ സെൽഫിഷ്നെസ് അല്ല, സ്വാർത്ഥതയല്ല, ഇത് എന്താ പറയാ വൈഫിനോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലേ, കുടുംബാംഗങ്ങളോടുള്ള സ്നേഹം. അവർക്ക് എന്തെങ്കിലും പറ്റി ഞാൻ നോക്കും. പക്ഷെ എനിക്ക് പറ്റി അവരെ കൊണ്ട് പറ്റൂല. എനിക്കറിയാം, എൻ്റെ സഹോദരങ്ങളെയും വൈഫിനെയൊക്കെ അറിയാം. ഞാൻ ഇല്ലേ നമ്മുടെ പഴയ അതിലേക്ക് തന്നെ പോകും. അപ്പം അതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. വൈഫിനും ഫാമിലിക്കും വേണ്ട കാര്യങ്ങൾ എനിക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടത്, ഒരു ദിവസം വേണ്ടത് എനിക്ക് 150 രൂപയാണ് എൻ്റെ ചെലവ്. ഒരു ദിവസം വേണ്ടത് ഭക്ഷണത്തിന്റെ അല്ല, ഒരു ദിവസത്തേക്ക് എൻ്റെ ഒരു ചെലവ് കൂടിപ്പോയാൽ 150 രൂപ, 150 മാക്സിമം എന്നെ പോലത്തെ ഒരാൾക്ക് ചിലവാണ്. ബാക്കി ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെങ്കിൽ ഭക്ഷണം അവിടെ അത് ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ ആണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുള്ളൂ അങ്ങനെ. പിന്നെ പുറത്ത് ഇടയ്ക്ക് പോയി റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ അതൊക്കെ അത്. അപ്പൊ ഈ പറഞ്ഞത് ബാക്കിയെല്ലാം എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി എന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ സമ്പാദിക്കണമെന്നില്ല. സിനിമാ നടനാണ്, സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാലും നമ്മൾ ഇത്ര വരുമാനം അങ്ങനെ നമുക്കൊന്നുമില്ല. നമ്മളുടെ അളവിനനുസരിച്ചുള്ള പൈസ. പക്ഷെ അത് നമ്മുടെ ചെലവിനനുസരിച്ച് നമുക്ക് പറ്റൂല. വീട് വെച്ചേക്കണം, വണ്ടി മേടിച്ചേക്കണം, ഇതെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ. ഉദ്ഘാടനത്തിന് പോയാലും ഞാൻ ആരുടെ ഒന്നും മേടിക്കാറില്ല. ഇപ്പൊ ഇന്ന് തന്നെ 2 ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വന്നു. ഇന്നലെ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ നാളെ രാവിലെ മൂവാറ്റുപുഴയിൽ ഒക്കെ ഉണ്ട്. വണ്ടിക്കാശ് പോലും പലരോടും ഞാൻ മേടിക്കാറില്ല. അവിടെ ചെന്ന് നമ്മളൊരു ചെറിയ സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ ഓണറുടെ ഒരു നിപ്പുണ്ട്, അറ്റ കൈക്ക് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇവന് ഫംഗ്ഷൻ തീരുന്ന ഒരു ടെൻഷൻ നിൽക്കുന്നുണ്ട്. ആ മുഖത്ത് നോക്കിയിട്ട് വണ്ടി ഞാൻ അനീസ് പറഞ്ഞ് കഴിച്ചിട്ട് TM മേടിക്കാട്ടാന്ന് പറയും. കഴിഞ്ഞൊരു ഫംഗ്ഷൻ പെയിന്റ് കടയുടെ ഉദ്ഘാടനം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ തന്നെ എന്നോട് ഒന്ന് പറയും, ചേട്ടാ വാങ്ങണ്ടട്ടാ. നമ്മൾ ഇത്രേ ഉള്ളൂ, ഞാനും അവനൊക്കെ ഒരേ മനസ്സാണ്. അപ്പം ആ പൈസ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ